ടി.വി.കെ അധ്യക്ഷൻ വിജയുടെ റാലിയിൽ വീണ്ടും മരണം. സേലത്തെ ടി.വി.കെ റാലിയിൽ പങ്കെടുത്ത ഒരാൾ മരിച്ചു. മഹാരാഷ്ട്ര സ്വദേശി സൂരജാണ് മരിച്ചത്. നിർജ്ജലീകരണമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മരിച്ചയാളെ പാർട്ടി അവഗണിക്കില്ല എന്നും ടി.വി.കെയുടെ പ്രതികരണം. സജു ചാമക്കാലയിൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സജു, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വലിയൊരു ദുരന്തം നമ്മൾ കണ്ടതാണ് ടി.വി.കെയുടെ റാലിക്കിടയിലുള്ള. ഇപ്പോഴിതാ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നു. എന്താണ് ഉണ്ടായത്? അമൃത, ഇന്ന് 12 മണി മുതലാണ് സേലത്ത് ഇപ്പോൾ ടി.വി.കെയുടെ റാലി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ 37 വയസ്സുകാരനായ സൂരജ് എന്നയാൾ മരിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ 2025 സെപ്റ്റംബർ 27 കരൂർ ദുരന്തമുണ്ടായത്. അവിടെ 41 പേർക്കാണ് ജീവൻ നഷ്ടമായത്. അതിന് പിന്നാലെ വലിയ തോതിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ എന്തായാലും തമിഴ്നാട്ടിൽ ഉണ്ടായതാണ്. അതിനുശേഷമായിരുന്നു റാലികളൊക്കെ നിർത്തിവെച്ചത്. വീണ്ടും റാലി പുനരാരംഭിച്ചതിന് പിന്നാലെയാണ് വീണ്ടും ഒരു മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിർജ്ജലീകരണത്തോടുകൂടിയാണ് ഇയാളുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇയാൾക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അതും മരണത്തിന് കാരണമെന്നാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും പോലീസ് വ്യക്തമാക്കുന്നതനുസരിച്ച് ഇയാൾക്ക് നേരത്തെ തന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. 3 മണിക്കൂറോളം വെയിലത്ത് നിന്നിരുന്നു. ഈ വെയിലത്ത് നിന്നതിൻ്റെ കൂടെ ഫലമായിട്ട് നിർജ്ജലീകരണം ഉണ്ടായി. ഈ നിർജ്ജലീകരണത്തിന്റെ ഭാഗമായിട്ടാണ് മരണം സംഭവിച്ചെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരുന്നത്. ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് പോലീസ്. 5000 പേർ പങ്കെടുക്കേണ്ട പരിപാടിയിൽ 7000-ലധികം പേർ പങ്കെടുത്തു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെടുകയും വിജയെ ഡൽഹി CBI ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തലും അല്ലെങ്കിൽ അദ്ദേഹത്തിന് മൊഴിയെടുപ്പൊക്കെയും പൂർത്തിയാക്കിയതാണ്. പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ റാലി വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. സേലം കേന്ദ്രമായിട്ട് 5 ജില്ലകളിലേക്കുള്ള ജനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള റാലിയായിരുന്നു ഇത് നടന്നത്. അതിനിടെയാണ് ഇത്രയും ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. മരിച്ചയാൾ മഹാരാഷ്ട്ര സ്വദേശിയാണ്. 37 വയസ്സുകാരനായ സൂരജാണ് മരിച്ചത്. അമൃത. ശരി, സജു ചാമ്പക്കാലയിലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.